Okay. Are you able to see that PPT? Yes, sir. Yes, Okay. sir. Okay. Last class we discussed about the pump, centrifugal pump and reciprocating pump. Okay, we will start with the difference comparisons of centrifugal and reciprocating pump. So, so all of you know what is how the reciprocating pump and the centrifugal pump works. So now in this slide I am sharing the comparisons or the difference between centrifugal pump and reciprocating pump, which can often be asked for university examinations. So in centrifugal pump, what you can see is the uh, flow. The flow is continuous. Actually, in centrifugal pump, the flow is continuous. Means we are getting a continuous output from the pump. Continuous flow is getting from the pump. But in case of reciprocating pump, the flow is pulsating. Means that for the forward direction only we are getting the output from the pump. Okay. Then centrifugal pump for large discharge and low head. So this is very important. എവിടെയാണ് centrifugal pump യൂസ് ചെയ്യുന്നത്? So we required for a large discharge over a low head. കുറച്ച് ഹെഡിലേക്ക് നമുക്ക് maximum water എത്തിക്കണമെങ്കിൽ water maximum liquid എത്തിക്കണമെങ്കിൽ we will depend centrifugal pump. But in case of reciprocating pump, its discharge is low, but it can attain to a very high head. ഒരുപാട് ഹെഡിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാട്ടർ എത്തിക്കുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. Okay. Now, speaking about the cost, initial cost is less for the centrifugal pump, but in case of reciprocating pump, the initial cost is much high. Centrifugal pumps are compact and occupies less space. വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇറ്റ് ടേക്സ് മച്ച് ഫ്ലോ സ്പേസ് റദർ ദാൻ ദ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓൾമോസ്റ്റ് 4 to 8 times കൂടുതൽ എടുക്കും സെൻട്രിഫ്യൂഗൽ പമ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോർ ദ സെയിം ഔട്ട്പുട്ട്. So can be used to pump highly viscous liquid like oil, sewage, water. So this is the advantage of the centrifugal pump. It can be used for almost different types of liquid levels. Highly viscous ആയിട്ടുള്ള fluids വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും centrifugal pump വെച്ചിട്ട് പമ്പ് ചെയ്യാൻ പറ്റും. So like oil, sewage, water, this can be pumped. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ നോട്ട് ബി യൂസ്ഡ് ഫോർ ഹൈലി വിസ്കസ് ലിക്വിഡ്സ് ബിക്കോസ് അതിനകത്ത് വാൽവ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഇസ് സിമ്പിൾ, പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ മോർ നമ്പർ ഓഫ് പാർട്സ് ആർ ദെയർ, സോ ദ കൺസ്ട്രക്ഷൻ ഈസ് മച്ച് കോംപ്ലിക്കേറ്റഡ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലോ. സോ ഇനിഷ്യൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും സെൻട്രിഫ്യൂഗൽ പമ്പിന് കുറവാണ്, പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് മെയിൻ്റനൻസ് കോസ്റ്റും ഹൈ ആണ്. Centrifugal pumps are high-speed pump, can be directly coupled to electric motor. So some speed reduction device is required. കാര്യം റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമുക്ക് ഹൈലി സ്പീഡായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മോട്ടറിൽ കപ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സം സ്പീഡ് റിഡക്ഷൻ ഡിവൈസസ് ആർ ദെയർ. ആ സ്പീഡ് റിഡക്ഷൻ ഡിവൈസസ് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത് കുറവാണ്, പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് കൂടുതൽ മൂവിങ് പാർട്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, വെയർ ആൻഡ് ടയേഴ്സ് കൂടുതലാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubt? No, sir. ഏതാണ് ഹെഡ്? ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ വാട്ടർ കളക്ട് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ എവിടെയാണോ ഡിസ്ചാർജ് ചെയ്യുന്നത് അതാണ് നമ്മൾ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. പമ്പ് ഇരിക്കുന്ന സെക്ഷൻ മുതൽ താഴെ എവിടെയാണ് സമ്പിലേക്ക് വരുന്ന വാട്ടറിന്റെ ലെവൽ, അതാണ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ പമ്പ് മുതൽ എവിടെയാണോ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടറിന്റെ ലെവൽ അവിടെയാണ് നമ്മൾ ഡിസ്ചാർജ് ഹെഡ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് സക്ഷൻ ഹെഡ് പ്ലസ് ഡിസ്ചാർജ് ഹെഡ് ആണ്. Okay. Yes, sir. Okay. Now I'm moving to the turbine section. So turbines എന്ന് വെച്ച് കഴിഞ്ഞാൽ these are the turbo machines. അതായത് നമ്മളിപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ചില്ലേ നിങ്ങൾ? സെൻട്രിഫ്യൂഗൽ പമ്പ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്?
അതായത് നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് അത് ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറ്റുകയാണ് പമ്പുകൾ ചെയ്യുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി ടർബൈൻസ് ചെയ്യുന്നത്. സോ വി നീഡ് മെക്കാനിക്കൽ വർക്ക്, മെക്കാനിക്കൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹൈഡ്രോളിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ the devices which converts this hydraulic energy into mechanical energy are called turbines. ഒരു പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഒരു ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് പമ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരു മെക്കാനിക്കൽ എനർജി കൊടുത്ത് ഞാൻ ഹൈഡ്രോളിക് എനർജി ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ, അതായത് ഞാനൊരു ഷാഫ്റ്റിൽ ഒരു ഷാഫ്റ്റ് വെച്ചിട്ട് ഒരു റോട്ടർ റൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഹൈഡ്രോളിക് എനർജി ഉണ്ടാക്കിയെടുക്കുക. ആ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ റിവേഴ്സ് ഡയറക്ഷൻ ഹൈഡ്രോളിക് എനർജി വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഫ്ലോ ചെയ്താൽ അതാണ് എന്ത് സംഭവിക്കുന്നത്, ടർബൈൻസ് എന്ന് പറയുന്നത്. സോ ടർബൈൻസ് എന്ന് പറയുന്നത് ടർബോ മെഷീൻസ് ആണ് which extract energy from a continuous flowing fluid by the dynamic action of one or more rotating element and convert it into mechanical work. So it converts hydraulic energy into mechanical energy. So why it is termed as turbo machines? In Latin, turbo is a Latin word means spins or whirl, implying that turbo machines rotate in some way. So turbo machines are rotary machines. Okay, and examples are steam turbines, gas turbines, and hydraulic turbines. So ഇതിനകത്ത് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, hydraulic energy. So some form of energy, അതായത് നമുക്കൊരു റോട്ടറി മോഷൻ ഉണ്ടാക്കി തരുന്നു some form of പ്രഷറിൽ നിന്ന്. ഒരു പ്രഷർ എനർജി കൺവേർട്ട് ചെയ്ത് എനിക്കൊരു റോട്ടറി മോഷൻ ഉണ്ടാക്കി തരുന്നു, അതാണ് ടർബൈൻസ് എന്ന് പറയുന്നത്. അത് ഹൈഡ്രോളിക് ടർബൈൻസ് ആകുമ്പോഴത്തേക്ക് we are getting that mechanical work from the hydraulics. ഹൈഡ്രോളിക് എനർജി കൺവേർട്ട് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ് ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ക്ലിയർ? സോ ഹൗ ദിസ് എനർജി ഈസ് പോസിബിൾ ഇസ് ദാറ്റ്, ഈ ഒരു ഫിഗർ കണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ് ഇറ്റ് പോസിബിൾ ടു റൊട്ടേറ്റ് സംതിങ് ബൈ മീൻസ് ഓഫ് എനർജി? നമുക്കൊരു പ്രഷർ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൊടുത്ത് ഒരു ഒബ്സ്റ്റക്കിളിൽ ഞാൻ അത് ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഒബ്സ്റ്റക്കിൾ വിൽ മൂവ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഈസ് ഫിക്സഡ് ഇൻ എ പർട്ടിക്കുലർ വേ and it is about to rotate in that direction, it will continuously rotate based on this force. ഇതാണ് ഒരു ടർബൈൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, so hydraulic turbine is a prime mover in which shaft work is developed by converting the potential or kinetic energy possessed by a liquid into mechanical energy. So hydraulic turbines are simple ആയിട്ട് പറയുകയാണെന്ന്, hydraulic turbines എന്ന് പറയുന്നത് turbines which converts hydraulic energy into mechanical energy. ഇനി ഹൈഡ്രോളിക്കിനകത്തുള്ള എന്ത് എനർജീസ് ആണ്, ഒന്നുകിൽ പൊട്ടാഷ്യം എനർജിയോ അതല്ലാന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്ത് മാറ്റുന്നത്, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. സോ മെക്കാനിക്കൽ എനർജി ഈസ് നത്തിങ് ബട്ട് എ ഷാഫ്റ്റ്. നമുക്കൊരു ഷാഫ്റ്റ് വർക്ക് ആയിരിക്കും എന്തായിട്ട് കിട്ടുക, മെക്കാനിക്കൽ എനർജി കിട്ടുക. നമുക്കൊരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഒരു പ്ലാന്റ് വന്നിട്ടുണ്ടാവും മനസ്സിൽ. ഓക്കെ, സോ ദീസ് ആർ മോസ്റ്റ്ലി എംപ്ലോയ്ഡ് ഫോർ ജനറേഷൻ ഓഫ് പവർ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലാണ് നമ്മൾ ടർബൈൻസ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ടർബൈൻസ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് എ wheel which is known as a rotor or a runner having number of vanes on its periphery. നമ്മൾ നേരത്തെ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ചതുപോലെ തന്നെ ഞാൻ റോട്ടറിന്റെ കേസ് പറഞ്ഞു, ആ റോട്ടറിന്റെ മേളിൽ കുറെ ബ്ലേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു റോട്ടറി ആയിട്ടുള്ള ഒരു വീലോ അതിന്റെ മേളിൽ കുറെ റണ്ണറോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലേഡ്സോ ഉള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ടർബൈൻസിന്റെ വീൽസ് എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ റോട്ടർ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോളിക് ടർബൈൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇമ്പൾസ് ടർബൈൻ എന്നും റിയാക്ഷൻ ടർബൈൻ എന്നും. ഈ ഇമ്പൾസ് ടർബൈൻ ആകുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞു പൊട്ടാഷ്യം എനർജിയോ കൈനറ്റിക് എനർജിയോ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. ഇമ്പൾസ് ടർബൈനിലാകുമ്പോഴത്തേക്ക് കൈനറ്റിക് എനർജി ആണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുന്നത്. സോ ഇറ്റ്സ് യൂട്ടിലൈസ് ദ കൈനറ്റിക് എനർജി പ്രോസസ്ഡ് ബൈ ദ വാട്ടർ. ദിസ് ഈസ് എ ഹൈ ഹെഡ് ടർബൈൻ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഹെഡ് കൂടിയ ടർബൈൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഈസ് പെൽറ്റൺ വീൽ, പെൽറ്റൺ ടർബൈൻ. ഇതാണ് നമ്മൾ ഇമ്പൾസ് ടർബൈൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് വി യൂസ് ദ പ്രഷർ എനർജി ഫോർ ദ ഓഫ് ദ വാട്ടർ which is actually for the low and medium head turbines. For examples, Francis turbine and Kaplan turbine. Clear? അപ്പം ഹൈഡ്രോളിക് ടർബൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഹൈഡ്രോളിക് എനർജി
Maybe potential energy or kinetic energy which is converted to mechanical energy. രണ്ട് ടൈപ്പ് ഉണ്ട്, ഇമ്പൾസ് ടർബൈൻ ഉണ്ട്, റിയാക്ഷൻ ടർബൈൻ ഉണ്ട്. ഇമ്പൾസ് ടർബൈൻ ആകുമ്പോഴത്തേക്ക് കൈനറ്റിക് എനർജി ആയിരിക്കും നമ്മൾ എന്തായി മാറ്റുക, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുക. സോ മീൻസ് ദാറ്റ് വി ആർ യൂസിങ് ദ വെലോസിറ്റി ഓഫ് ദ ജെറ്റ്. സോ ഹിയർ ദ പ്രഷർ എനർജി റിമെയിൻസ് ദ സെയിം. ഓക്കെ, സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് പെൽറ്റൺ വീൽ ആണ്. റിയാക്ഷൻ ടർബൈൻ ആകുമ്പോഴത്തേക്ക് വി യൂസ് ദ പ്രഷർ എനർജി as well as the kinetic energy. Low head, medium ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ഷൻ ടർബൈൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ, കപ്ലൻ ടർബൈൻ. ഇൻഫാക്ട് വി ഹാവ് ടു സ്റ്റഡി ഓൾ ത്രീ ടർബൈൻസ്. പെൽറ്റനും പഠിക്കണം, ഫ്രാൻസിസും പഠിക്കണം, കപ്ലാനും പഠിക്കണം. ക്ലിയർ? So now we are moving to the impulse turbine. The energy available at the inlet of the turbine is only kinetic energy. നേരത്തെ ഞാൻ പറഞ്ഞു kinetic energy കൺവേർട്ട് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ടർബൈൻ്റെ ഇൻലെറ്റിൽ അവൈലബിൾ ആവുന്ന എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് വി നോ ഹൈ ഹെഡിൽ വാട്ടർ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു പെൽറ്റൺ ടർബൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഏത് കണ്ടീഷൻസ് ഒക്കെ ആണെന്നുള്ളതാണ് നമ്മൾ ഇനി കൂടെ ഓരോ സ്ലൈഡുകളിലും ഷെയർ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. The high head is first converted through a nozzle into a high velocity jet which strikes on the blades. നേരത്തെ ഞാൻ പറഞ്ഞു ബ്ലേഡ്സ് ഉണ്ട്. ഈ ബ്ലേഡ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന റോട്ടറിനകത്താണ്. ഈ റോട്ടർ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നതിനകത്ത് ഷാഫ്റ്റിനകത്താണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ഈ ബ്ലേഡിനകത്തോട്ട് നേരെ ഹൈ വെലോസിറ്റി ആയിട്ടുള്ള ഒരു ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യാൻ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ബ്ലേഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റോട്ടറിനകത്താണ്. സോ വാട്ട് ഹാപ്പൻസ്, ആ റോട്ടർ വീലും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ റോട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഷാഫ്റ്റിലേക്കാണ്. സോ എന്ത് ചെയ്യും, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന തുടങ്ങും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഹൈഡ്രോളിക് എനർജി കൺവേർട്ട് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കിട്ടുന്നത്. Okay, so what happens as the water flows over the veins, the pressure is atmospheric from inlet to outlet. So here what happens is when this high pressure ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, അതായത് ഹൈ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഹൈ പ്രഷർ ആയി. അപ്പോൾ നമ്മൾ ഹൈ ഹെഡിൽ നിന്ന് വാട്ടറിനെ ഞാൻ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന വാട്ടർ നേരെ വരുന്നത് ഒരു നോസിലേക്കാണ്. ആ നോസിലിനകത്തൂടെ ഈ ഹൈ പ്രഷറിലായിട്ടുള്ള ഈ ഒരു ഫ്ലൂയിഡ് വാട്ടർ പാസ് ചെയ്ത് വരുന്ന സമയത്ത് അത് ഹൈ വെലോസിറ്റി ആയിട്ട് മാറും. സോ മീൻസ് ദാറ്റ് പ്രഷർ കൺവേർട്സ് ടു കൈനറ്റിക് എനർജി. പ്രഷർ എനർജി കൺവേർട്സ് ടു കൈനറ്റിക് എനർജി. പിന്നീട് ഈ പ്രഷർ എനർജി കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നീട് അതിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല. അതായത് നോസിൽ നിന്ന് വന്ന് ഹൈ കൈനറ്റിക് എനർജി ഫോം കഴിഞ്ഞാൽ അത് പിന്നീട് കോൺസ്റ്റന്റ് ആയിരിക്കും പ്രഷറിന്റെ ഫോമിൽ. പിന്നീട് ഈ ഹൈ കൈനറ്റിക് എനർജിയിലുള്ള ഈ ജെറ്റ് നേരെ എവിടെ വന്ന് വീഴും, ഈ റോട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ബ്ലേഡ്സിനകത്ത് വന്ന് വീഴും. ആ ബ്ലേഡ്സിനകത്ത് വീഴുന്നുണ്ട് എന്ത് ചെയ്യും, ബ്ലേഡ്സ് മൂവ് ചെയ്യും. ആ ബ്ലേഡ്സ് മൂവ് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യും, റോട്ടർ മൂവ് ചെയ്യും. റോട്ടർ മൂവ് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യും, ഷാഫ്റ്റ് മൂവ് ചെയ്യും. I will show the videos. Okay, so impulse turbines are used where less quantity of water under very high head is available. എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. So we required, only thing is we required high head for using the impulse turbine. So high headൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാട്ടർ അവൈലബിൾ ആണെങ്കിൽ we will use impulse turbine. Examples, Pelton wheel turbine. Clear? So this is the principle. Okay. ഇതാണ് നമ്മൾ പെൽറ്റൺ വീൽ ടർബൈൻ്റെ അല്ലെങ്കിൽ പെൽറ്റൺ വീലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റോട്ടർ. ഈ കാണുന്നതാണ് റോട്ടർ എന്ന് പറയുന്നത്. ഈ റോട്ടറിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വെയിൻസ് കണക്ട് ചെയ്യുന്നത്. ഈ വെയിൻസ് എന്ന് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ സ്പൂൺ ഷേപ്പിലായിട്ട് കാണിക്കും. ഒന്നെങ്കിൽ ഇത് സ്പൂൺ എന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ ബക്കറ്റ്സ് എന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വെയിൻസ് എന്ന് തന്നെ പറയും. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് രണ്ട് പീസായിട്ടാണ് കാണുന്നത്. ബക്കറ്റ് രണ്ട് പീസാണ് കാണുന്നത്. സോ ഇടയിൽ ഒരു സ്പ്ലിറ്റർ പാർട്ട് ഉണ്ട്. ഈ സ്പ്ലിറ്ററിന്റെ അപ്പുറത്തും ഒരു ഡെപ്ത് ആണ്, റൈറ്റ് സൈഡിലും ഡെപ്ത് ആണ്. ഓക്കെ, സോ ഇതാണ് പെൽറ്റൺ ടർബൈൻ്റെ അല്ലെങ്കിൽ പെൽറ്റൺ വീലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റോട്ടർ വിച്ച് ഈസ് ബീങ് കണക്റ്റഡ് ടു ദ ഷാഫ്റ്റ്. ഇതിനകത്താണ് നമ്മൾ ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ആസ് ദ റോട്ടർ റൊട്ടേറ്റ്സ് ദ ഷാഫ്റ്റ് വിൽ റൊട്ടേറ്റ്. ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഹൈ വെലോസിറ്റി ജെറ്റ് ഉണ്ടാകും. ആ ഹൈ വെലോസിറ്റി ജെറ്റ് ഞാൻ എന്ത് ചെയ്യും, ഈ സ്പൂണിനകത്ത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. എന്ത് ചെയ്യും, അപ്പം എന്ത് ചെയ്യും, ഈ ഒരു സ്പൂൺ മൂവ് ചെയ്യും. സ്പൂൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ റോട്ടർ മൂവ് ചെയ്യും. റോട്ടർ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഷാഫ്റ്റ് മൂവ് ചെയ്യും. ഇതാണ് പെൽറ്റൺ ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ദിസ് ഓപ്പറേഷൻ വി റിക്വയർഡ് ഹൈ ഹെഡ്. സോ ഹൈ ഹെഡ് ടാൻജൻഷ്യൽ ഫ്ലോ. അതായത് നമുക്കിപ്പോൾ ഞാൻ മനസ്സിലായി കാണാം, ഞാൻ ഫ്ലോ എങ്ങനെയാണ് അത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, ടാൻജൻഷ്യൽ ആയിട്ടാണ് ഞാൻ അത് ഫ്ലോ വന്ന് വീഴുന്നത്. അതായത് ഈ ബ്ലേഡ്സിനകത്ത് വന്ന് വീഴുന്ന ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ടു ഇറ്റ്സ് ആക്സിസ്. ഓക്കെ,
സോ ഹൈ ഹെഡ് ടാൻജൻഷ്യൽ ഫ്ലോ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഷാഫ്റ്റ് ഹൊറിസോണ്ടൽ ആണ്. ഇമ്പൾസ് ടർബൈൻ നെയിംഡ് ആഫ്റ്റർ എൽ എ ഫെൽറ്റൺ ഈസ് എൻ അമേരിക്കൻ എഞ്ചിനീയർ. ഇദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തത്. A circular disc mounted on the rotating shaft or rotor. ഇതാണ് നമ്മുടെ സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്, സർക്കുലർ ഡിസ്ക് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഷാഫ്റ്റിനകത്താണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദിസ് സർക്കുലർ ഡിസ്ക് ഹാസ് കപ്പ് ഷേപ്ഡ് ബ്ലേഡ്സ് കോൾഡ് ബക്കറ്റ്സ് പ്ലേസ്ഡ് അറ്റ് ഈക്വൽ സ്പേസിംഗ് അറൗണ്ട് ഇറ്റ് സർക്കംഫറൻസ്. അതായത് ഈ ഒരു ഡിസ്കിന്റെ മുകളിലേക്ക് നമ്മൾ എന്താ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ബ്ലേഡ്സ് ഉണ്ട്. ഈ ബ്ലേഡ്സിനെ നമ്മൾ ബക്കറ്റ്സ് എന്ന് പറയും. ദേ ആർ പ്ലേസ്ഡ് ഇൻ equal spacing. Water jets emerging from a nozzle is tangential to the circumference of the wheel of the Pelton turbine. അപ്പം ഒരു നോസിൽ ഉണ്ട്, അത് എക്സ്റ്റേണൽ കമ്പോണന്റ് ആണ്, ഇതിനകത്ത് കാണിക്കുന്നില്ല. ആ നോസിലിനകത്ത് നിന്ന് വരുന്ന ഹൈ വെലോസിറ്റി ജെറ്റ് നേരെ പാസ് ചെയ്ത് വീഴുന്നത് എന്തിലേക്കായിരിക്കും? ബക്കറ്റ്സിലേക്കായിരിക്കും. ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇമ്പൾസീവ് ഫോഴ്സ് കോസസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഓർ ദ റൊട്ടേഷൻ ഓഫ് ദ വീൽ. സോ ഇതാണ് എൻറ്റയർ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ വരുന്ന വാട്ടർ ദിസ് ഈസ് ഫ്രം ഹൈ ഹെഡ്. ആക്ച്വലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഡാം എടുക്കുകയാണെങ്കിൽ, ഒരു ഡാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡാമിൽ ഞാൻ വെള്ളം സ്റ്റോറേജ് വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഹാവിങ് എ ഹൈ ഹെഡ്, ആ ഹൈ ഹെഡിൽ നിൽക്കുന്ന വെള്ളത്തിന് എന്തുണ്ടാവും? അത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അത് ഞാൻ നേരെ എടുത്ത് ഒരു പൈപ്പ് ലൈൻ വഴി, ദാറ്റ് ഈസ് കോൾഡ് പെൻ സ്റ്റോക്ക്, ആ പെൻ സ്റ്റോക്ക് വഴി ഞാൻ ഈ നേരെ എവിടെ കൊണ്ടുവരും? ഈ നോസിൽ കൊണ്ടുവരും. ഓക്കെ, അതായത് പെൻ സ്റ്റോക്കിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വി ഹാവ് എ സർജ് യൂണിറ്റ്, ഒരു സർജ് സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാവും. നിങ്ങൾ ഹൈഡ്രോളിക് പവർ പ്ലാന്റ്സ് നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡാമിൽ നിന്ന് നമ്മൾ പെൻ സ്റ്റോക്ക് വഴി ഒരു സർജ് ടാങ്കിൽ കൊണ്ടുവരും. സർജ് ടാങ്കിൽ വഴിയിട്ടാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം? ഡാമിൽ നിന്ന് നമ്മളൊരു പൈപ്പ് ലൈൻ വഴി നേരെ സർജ് ടാങ്കിൽ കൊണ്ടുവരും. സർജ് ടാങ്കിൽ നിന്ന് പെൻ സ്റ്റോക്ക് വഴിയാണ് നമ്മൾ എവിടെ കൊണ്ടുവരുന്നത്? ഈ ഒരു നോസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിനെ എത്തിക്കുന്നത്. നോസിലിനകത്തൂടെ ഇത് പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് because of this nozzle structure what happens is the pressure energy completely converts to kinetic energy. എത്രമാത്രം എനർജി ഇവിടെ അവൈലബിൾ ആയിരുന്നു ആ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്താക്കി മാറ്റും? കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും. ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് appears in the form of high velocity of the water jet. ആ ഹൈ വെലോസിറ്റിയിലുള്ള വാട്ടർ ജെറ്റ് നേരെ എവിടെ വന്ന് വീഴും? ഈ ഒരു ബ്ലേഡ്സിനകത്ത് വന്ന് വീഴും, ഓർ ദ ബക്കറ്റ്സ്. അതായത് ഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പ്ലിറ്ററിന്റെ പൊസിഷനകത്ത് വന്ന് വീണിട്ട് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ വരുന്ന വാട്ടർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ബക്കറ്റിനകത്ത് വീണിട്ട് റീഡയറക്ട് ചെയ്ത് പോകും, വെളിയിലേക്ക് പോകും. ഈ റീഡയറക്റ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് എന്താവശ്യമുണ്ട്? ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. ആ ഫോഴ്സ് ഇവിടെ എക്സെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആയി മാറി. ആ ഇമ്പൾസീവ് ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ഈ ബക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്ത് മാറും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അടുത്ത ബക്കറ്റിൻ പൊസിഷനിൽ വരും. വീണ്ടും സെയിം ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. സോ ദിസ് വിൽ ഹാപ്പൻസ് കണ്ടിന്യൂസ്ലി. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ റോട്ടർ വിൽ റൊട്ടേറ്റ് ആൻഡ് ദ ഷാഫ്റ്റ് വിൽ റൊട്ടേറ്റ്. നമുക്ക് ഈ ഹൈഡ്രോളിക് എനർജി ഇവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കിട്ടും. ക്ലിയർ ആണ്? Yes, sir. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഹെഡ് ആണ്, കൈനറ്റിക് എനർജിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ബ്ലേഡ്സിനകത്ത് വീഴുമ്പോഴത്തേക്ക് പ്രഷർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയി കഴിഞ്ഞാൽ ഈ ബ്ലേഡ്സിനകത്തൂടെ കയറി പോയി കഴിയുമ്പോഴെല്ലാം പ്രഷർ എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായിരിക്കും നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നതിനകത്ത്. കാര്യം കൈനറ്റിക് എനർജി യൂസ് ചെയ്ത് ഞാനൊരു ടർബൈൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെൽട്ടൺ ടർബൈൻ ആണ്. ക്ലിയർ? Yes, sir. വർക്കിംഗ് ചെയ്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വാട്ടർ ഫ്രം ദ റിസർവയർ ഫ്ലോസ് ത്രൂ ദ പെൻസ്റ്റോക്ക് പൈപ്പ് ടു ദ നോസിൽ. അതായത് നോസിലേക്ക് കണക്ട് ചെയ്ത് പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് അത് നേരെ എവിടെ വരും? വാട്ടറിന്റെ റിസർവയറിൽ നിന്നാണ് വരുന്നത്. ഇൻ ദ നോസിൽ ദ എനർജി അവൈലബിൾ ഇസ് കൺവേർട്ട് ടു കൈനറ്റിക് എനർജി. The quantity of the water striking the bucket is controlled by providing a sphere in the nozzle. ഇതിന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിയർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ജെറ്റിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടാണ്. നോസിലിനകത്തൂടെ വരുന്ന ജെറ്റിന്റെ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു സ്പിയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ കൺട്രോൾ ദ jet velocity in order to control the rotation of this shaft. The jet of the water leaving the nozzle impinges on the splitter of the bucket. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് സ്പ്ലിറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സ്പ്ലിറ്ററിനകത്ത് സ്ട്രൈക്കിന് ശേഷം it is divided into two and then flows through the both side of the buckets and causes the impulsive force. And this impulsive forces causes the movement of these blades
and this movement causes the rotation of this runner and then the shaft. Here, I'll show you a video. Are you able to see the video? Yes, sir. കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. Yes, sir. Yes, sir. Okay, and this is the Pelton turbine. Here the kinetic energy is converted to mechanical energy. Okay, so instructions ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ഹൈ ഹെഡിൽ നിന്ന് വാട്ടർ പെൻ സ്റ്റോക്ക് വഴി നേരെ ഇവിടെ ഒരു നോസിലേക്ക് വരുന്നു. This is the sphere. So this sphere is actually used for controlling the jet velocity. ഹൈ ജെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹൈ വെലോസിറ്റി ഉണ്ടാവും. ഹൈ വെലോസിറ്റി ജെറ്റ് നേരെ ഇവിടെ വന്ന് വീഴും. ഈ ബക്കറ്റ്സിനകത്ത് വീണിട്ട് ഈ ബക്കറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. So this buckets cause this kinetic energy causes the high impulsive forces, causes the rotation of the shaft. Okay, see the video. If you need any assistance, tell me. ഇതാണ് നമ്മുടെ ഡാം. അവിടെ നിന്ന് നമ്മൾ സർജ് ടാങ്ക് വഴി നേരെ ഇവിടെ കൊണ്ടുവരും, പെൻ സ്റ്റോക്ക് വഴി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദാറ്റ് വീൽ, ഇവിടെ നിന്ന് ഞാൻ ബൈപ്പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിവേഴ്സ് ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. These are the buckets and this is the rotor. നടുക്കാണ് സ്പ്ലിറ്റർ എന്ന് പറയുന്ന പോർഷൻ. 2 സ്പൂൺ ഹെഡാണ് ഉള്ളത്. സ്പ്ലിറ്ററിലാണ് നമ്മൾ ആക്ച്വലി വാട്ടർ ജെറ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് രണ്ടിടത്തോട്ട് പോകുന്നത്. ദിസ് ഈസ് ദ സ്ഫിയർ. അതാണ് നമുക്ക് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് അതിന് മൂവ്മെന്റ് കൊടുത്തുകൊണ്ട് എനിക്ക് ജെറ്റ് വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ഫിയർ പൊസിഷൻസിനെ മാറ്റുന്നതനുസരിച്ച് ആ ജെറ്റിന്റെ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് എനിക്ക് എന്തുണ്ടാവും, സ്ട്രൈക്കിംഗ് വെലോസിറ്റി മാറും. അതിനനുസരിച്ച് റൊട്ടേഷൻ സ്പീഡും ചേഞ്ച് ചെയ്യും. സ്ഫിയർ കംപ്ലീറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റീസെറ്റ് ചെയ്ത്, അതായത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. ക്ലിയർ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്? പെൽറ്റൻ ടർബൈൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻ ആണ്. ഇമ്പൾസ് ടർബൈനകത്ത് എന്താണ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജി കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ മെയിൻ കമ്പോണൻസ് എന്താണെന്ന് പറയാം, അതായത് സ്പൂൺ ഉണ്ട്, അല്ലെങ്കിൽ ബക്കറ്റ്സ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. വെയിൻസ് എന്ന് പറയുന്നത് അറ്റാച്ച് ടു ദ, എപ്പോഴും നമ്മൾ പറയുന്ന വെയിൻസ് ആണ് അറ്റാച്ച് ടു ദ റോട്ടർ ആണ്. അപ്പൊ ഇവിടെ വെയിൻസ് എന്ന് പറയുന്നത് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് സ്പൂൺസ് ഓർ ബക്കറ്റ്സ്. ഇതാണ് നമ്മൾ റണ്ണറിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തിരിക്കുകയാണ്, ഷാഫ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. ദെൻ പിന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാം. ഓക്കെ, മൗസിന്റെ ഫംഗ്ഷൻ, then all the things. Okay. Then I'm moving to the reaction turbine. So reaction turbine എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു,
ഒന്നെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജി, പ്രഷർ എനർജി, അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ആപ്ലിക്കേഷൻ. കൈനറ്റിക് എനർജിയും വേണ്ടി വരും നമുക്ക്. കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും കൂടെ ഉള്ളൊരു മിക്സഡ് ഫോമിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിയാക്ഷൻ ടർബൈൻസ് യൂസ് ചെയ്യുന്നത്. ഇത് റിയാക്ഷൻ ഫോഴ്സ് കാരണം ആണ് നമുക്കിവിടെ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൺലി എ പാർട്ട് ഓഫ് ദ അവൈലബിൾ എനർജി ഓഫ് ദ വാട്ടർ ഇസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി കൺവേർഷൻ ഉണ്ട്, പക്ഷേ കുറച്ച് മാത്രമേ നമ്മൾ എന്താക്കി മാറ്റുന്നുള്ളൂ, പ്രഷർ എനർജി കൈനറ്റിക് എനർജിയായിട്ട് മാറ്റുന്നുള്ളൂ ബിഫോർ എൻ്ററിങ് ടു ദ റണ്ണർ. പക്ഷെ നേരത്തെ കേസിനകത്ത് പെൽറ്റൻ ടർബൈനകത്ത് റണ്ണറിലെത്തുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രഷർ എനർജി എന്തായിട്ട് മാറ്റുന്നുണ്ടായിരുന്നു, കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റിയാക്ഷൻ ടർബൈനകത്ത് എ പാർട്ട് ഓഫ് ദ അവൈലബിൾ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ബിഫോർ എൻ്ററിങ് ദ റണ്ണർ. ദ റിമൈനിങ് എനർജി അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് പ്രഷർ ഹെഡ്. ബാക്കി നമുക്ക് പ്രഷർ ഹെഡ് ആയിട്ട് തന്നെയാണ് ആക്ച്വലി കിട്ടുന്നത്. സോ ഐ പാസിംഗ് ത്രൂ ദ റണ്ണർ. ഇതെല്ലാം റണ്ണർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മ വേണം. റണ്ണറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ വൈൽ പാസിംഗ് ത്രൂ ദ റണ്ണർ ദിസ് പ്രഷർ എനർജി സബ്ജക്റ്റഡ് ടു കൺവേർഷൻ ഫ്രം പ്രഷർ എനർജി ഇൻടു കൈനറ്റിക് എനർജി. അതായത് നേരത്തെ നമ്മൾ റണ്ണറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പ്രഷർ എനർജി കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഒരു റിയാക്ഷൻ ടർബൈൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജി കുറച്ച് ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ. ആദ്യം നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്ന പ്രഷർ ടോട്ടൽ എനർജിക്കകത്തുനിന്ന് ആദ്യം ഞാൻ കുറച്ച് പ്രഷർ എനർജി അല്ലെങ്കിൽ കുറച്ച് കൈനറ്റിക് എനർജി ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ബാക്കി പ്രഷർ എനർജി അവിടെ സ്റ്റോർ ചെയ്യും. ഈ പ്രഷർ എനർജി കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി ആവുന്നത് ഈ റണ്ണറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ്. ഓക്കെ, അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും ഈ റണ്ണറിനകത്ത്. ഓക്കെ, സോ ദിസ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി റിലേറ്റഡ് ടു റണ്ണർ റിസൾട്ട് ഇൻ റിയാക്ഷൻ ഫോഴ്സ് വിച്ച് കോസസ് ദ റണ്ണർ ടു റൊട്ടേറ്റ്സ്. അപ്പം ഈ ഒരു പ്രഷർ ഡിഫറൻസ്, അതായത് നമ്മൾ ഈ ഒരു റണ്ണറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് വീണ്ടും പ്രഷർ എനർജി കൺവേർട്ട് ചെയ്തിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻ ഫോഴ്സ്, ആ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള റിയാക്ഷൻ ടർബൈൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും. ക്ലിയർ എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. മനസ്സിലായോ? ക്ലിയർ ആയോ? Yes, sir. Yes, sir. സ്ലൈഡ് എത്രയേ ഉള്ളൂ. പ്രഷർ എനർജി നമ്മൾ ടോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കത്തില്ല. അതിനകത്ത് നമ്മൾ കുറച്ച് പ്രഷർ ഹെഡ് അവിടെ വെച്ചേക്കും, എന്നിട്ട് കുറച്ച് കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റി. പ്രഷർ ഹെഡ് ബാക്കി പിന്നീട് കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുന്നത് റണ്ണറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ്. ആ റണ്ണറിനകത്തൂടെ ഈ പ്രഷർ എനർജി കൺവേർഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്നത്. വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ദ വാട്ടർ പാസസ് ത്രൂ ദ ഗൈഡ്. ഇതിന്റെ പറയുന്നത് ആക്ച്വലി റിയാക്ഷൻ ടർബൈൻ്റെ വർക്കിംഗ് ഞാൻ പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ്റെയും കപ്ലാൻ ടർബൈൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്, ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റോട്ടറിന്റെ പൊസിഷൻസും ഈ വാട്ടർ കയറി വരുന്ന ഡയറക്ഷനും മാത്രമാണ് വ്യത്യാസം. ഓക്കെ, പിന്നീട് ഞാൻ എൻ്റെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സ്പെസിഫിക്കലി ഞാൻ പറയാം എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ദ വാട്ടർ പാസസ് ടു ദ ഗൈഡ് വെയിൻസ്. ഗൈഡ് വെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ വരുമ്പോഴത്തേക്ക് ഈ വാട്ടറിനെ ഞാൻ ഒരു നമ്മുടെ മൂവിങ് ബ്ലേഡിലേക്ക്, അതായത് റണ്ണറിലേക്ക്, ബ്ലേഡ്സിനകത്തോട്ട് പാസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈൻസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസിനാണ് നമ്മൾ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. ആ ഗൈഡ് വെയിൻസ് ആണ് ആക്ച്വലി ഈ ഒരു മൂവിങ് ബ്ലേഡ്സിനകത്തോട്ട് ഈ വരുന്ന വാട്ടറിനെ റീഡയറക്ട് ചെയ്ത് വിടുന്നത്. അതിനാണ് ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ദ വാട്ടർ passes through the guide vanes which guides or deflect the water to enter the blades called moving blades. ഈ മൂവിംഗ് ബ്ലേഡ്സിനകത്തോട്ടാണ് ഗൈഡ് വെയിൻസിനകത്ത് നിന്ന് നേരെ വാട്ടർ വന്ന് വീഴുന്നത്. സോ ദിസ് മൂവിംഗ് ബ്ലേഡ്സ് മൗണ്ടഡ് ഓൺ ദ ടർബൈൻ വീൽ. ടർബൈൻ വീലിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവിംഗ് ബ്ലേഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഗൈഡ് വെയിൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഈ ഒരു ടർബൈൻ്റെ കേസിങ്ങിനകത്തായിരിക്കും. വാട്ടർ ഫ്രം ദ ഗൈഡ് വെയിൻസ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഗൈഡ് വെയിൻസ് നമുക്ക് ഫിക്സഡ് ബ്ലേഡ്സ് എന്ന് പറയാം കേട്ടോ. ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ബ്ലേഡ്സ് വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദ shaft turbine casing and the moving blades which are moving, which is mounted onto the turbine wheels. The water from the guide blades are deflected onto the moving blades where its part of the pressure energy is converted to kinetic energy. ഇതാണ് നമ്മൾ പറഞ്ഞത്. As the fluid passes over the moving blades, its pressure energy converts to kinetic energy, which will be absorbed by the turbine wheel. The water leaving the moving blade will be at a very low pressure. So അപ്പം കയറി വരുമ്പോൾ ഹൈ പ്രഷറും പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ലോ പ്രഷറുമാണ് ഉണ്ടാകുന്നത്. അത് ഓർത്ത് വെച്ചാണ്. The difference in this pressure between the entrance and the exit of the moving blades causes a reaction, and this reaction is called the reaction pressure.
അതായത് കയറി വരുന്നത്, അതായത് ബ്ലേഡ് നോക്കുകയാണെങ്കിൽ ബ്ലേഡിന്റെ ഇൻലെറ്റ് വീഴുമ്പോഴത്തേക്ക് ഒരു പ്രഷറും ബ്ലേഡിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബ്ലേഡ് ഫ്ലൂയിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത് കുറവുമാണ്. ആ പ്രഷർ ഡിഫറൻസ് കാരണം എന്തുണ്ടാകും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ ഫോഴ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ബ്ലേഡിനെ മൂവ് ചെയ്യിക്കുന്നത്. So this reaction pressure acts on the moving blades of the turbine wheel and sets up the turbine wheels into rotation in the opposite direction. അതായത് റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, വീല് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഫ്രാൻസിസ് ടർബൈൻ അതായത് മറ്റേതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗൈഡ് വെയിൻസ് ഉണ്ട്, ഗൈഡ് വെയിൻസിൽ നിന്ന് നേരെ എവിടെ വരും, മൂവിംഗ് പ്ലേറ്റ്സിലേക്ക് വീഴും. മൂവിംഗ് പ്ലേറ്റ്സിനകത്തൂടെ വാട്ടർ ഫ്ലോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്തുണ്ടാകും, പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. ഇൻലെറ്റിൽ ഒരു പ്രഷറും ഔട്ട്ലെറ്റിൽ വേറെ പ്രഷറും ഉണ്ടാകും. ഈ ഡിഫറൻസ് ഇൻ പ്രഷർ കാരണം എന്തുണ്ടാകും, ഒരു റിയാക്ഷൻ പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ റിയാക്ഷൻ ഫോഴ്സ് കാരണം എന്തുണ്ടാകും, റണ്ണർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ? ഈ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ചില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് നമ്മൾ വാട്ടർ സാമ്പിളിൽ നിന്ന് എടുത്ത് സക്ക് ചെയ്തെടുത്ത് ഇമ്പലർ ആയി കൂടെ കയറി വന്ന് റോട്ടറിന്റെ ബ്ലേഡ് വെയിൻസിനകത്തൂടെ പാസ് ചെയ്ത് പിന്നീട് അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി, പിന്നീട് അതെന്തായി മാറി, പ്രഷറായിട്ട് മാറി, ഔട്ട്ലെറ്റിൽ വരുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് പ്രഷറായിട്ട് മാറി. ഇതിനെ നേരെ ഡിസ്ചാർജ് പ്രഷറിൽ നിന്ന് റിവേഴ്സ് ഡയറക്ഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ് ടർബൈൻ ആയി മാറി. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പിന് ഞാൻ ഫ്ലോ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലോ ഇൻക്ലൂഡിങ് ദ പ്രഷർ സ്റ്റാറ്റിക്സ്, അതെല്ലാം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് ആയി മാറി. ഓക്കെ, കാണാനും അതേ കണക്കിൽ തന്നെ ഇരിക്കും. സോ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ സ്പൈറൽ കേസിംഗ് എൻക്ലോസിംഗ് എ നമ്പർ ഓഫ് സ്റ്റേഷനറി ഗൈഡ് വെയിൻസ്. അപ്പം ഇവിടെ വരുന്ന അഡീഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, ഗൈഡ് വെയിൻസ് ഉണ്ട്. ഗൈഡ് വെയിൻസും മൂവിംഗ് ബ്ലേഡ്സും ഉണ്ട് ഇവിടെ. ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കേസിങ്ങിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗൈഡ് വെയിൻസ് ആണ് നമ്മുടെ ഹെഡിൽ നിന്ന് വരുന്ന വാട്ടറിനെ ഗൈഡ് ചെയ്ത് ഈ മൂവിംഗ് ബ്ലേഡ്സിനകത്തോട്ട് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, so consists of a spiral casing enclosing a number of stationary guide blades fixed all around. Then the circumference of an inner ring of moving blades, which are the vanes, forming the runner, which is key to the turbine shaft. അപ്പം നമ്മളുടെ റണ്ണറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂവിംഗ് ബ്ലേഡ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളുടെ റൊട്ടേഷൻ, അതാണ് റൊട്ടേഷൻ ഉണ്ടാക്കുന്നത്. അത് നേരെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ടർബൈൻ ഷാഫ്റ്റിലേക്കാണ്. So as the blade moves, what happens? The runner will rotate. As the runner moves, the shaft will rotate. The radial entry of the water along the periphery of the runner and discharge at the center of the runner at low pressure through the diverging conical tube called draft tube. So, നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നോട്ട് ഇറ്റ് ഔട്ട്. അതായത് നമുക്ക് അവൈലബിൾ ആവുന്ന ഹെഡ് കൂടുതലും എന്നാൽ വാട്ടറിന്റെ ഫ്ലോ കുറവുമായിരിക്കും. അതായത് ഹൈ ഹെഡ് ലോ ഫ്ലോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മീഡിയം ഫ്ലോ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹെഡ് കൂടുതലായിരിക്കണം എന്നാൽ നമുക്ക് വരുന്ന വാട്ടറിന്റെ ഡിസ്ചാർജ് ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വാട്ടറിന്റെ എൻട്രി എന്ന് പറയുന്നത് റേഡിയൽ ആയിട്ടായിരിക്കും എൻട്രി ആവുന്നത്. അതായത് ഇതെടുക്കുകയാണെങ്കിൽ വാട്ടർ കയറി വരുന്നത് റേഡിയൽ ഡയറക്ഷനിലായിട്ടായിരിക്കും വാട്ടർ കയറി പോകുന്നത്. ദെൻ അതിനുശേഷം ആക്സിസിന് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പം റേഡിയലായിട്ട് വാട്ടർ കയറി ആക്സിലായിട്ടായിരിക്കും ഫ്രാൻസിസ് ടർബൈനിൽ വാട്ടറിന്റെ ഫ്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയും. അതായത് റേഡിയലാണ് വാട്ടർ കയറി വരുന്നത്, പോകുന്നത് ആക്സിയലാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, ഇനി ഈ കയറി വരുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന പ്രഷർ അല്ല ഇത് പുറത്ത് പോകുമ്പോൾ. നേരത്തെ നമ്മൾ പറഞ്ഞു സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിക്കുന്ന സമയത്ത് ആ സക്ഷൻ ലൈനിൽ എന്തുണ്ടാകുന്നത്, ലോ പ്രഷറാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. തിരിച്ചു പോകുമ്പോഴും ഫ്രാൻസിസ് ടർബൈനകത്ത് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ആ ലോ പ്രഷർ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വി യൂസിങ് എ ഡൈവേർജിങ് കോണിക്കൽ ട്യൂബ് കോൾഡ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഓക്കെ, അതായത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ഡൈവേർജിങ് ട്യൂബ് കൊടുത്തുകൊണ്ട് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക്. ഓക്കെ, ഇതാണ് ഒരു കൺസ്ട്രക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വാട്ടർ ഇപ്പം നേരത്തെ പോയി സെൻട്രിഫ്യൂഗൽ പമ്പ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് വാട്ടർ ഇവിടുന്ന് കയറി വന്നു, ഈ ഇമ്പല്ലർ ആയിക്കൂടെ അത് കയറി
പുറത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് പ്രഷർ ആക്കി ഇവിടേക്ക് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് ടർബൈനിൽ നിന്ന് നേരെ തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രഷർ കൂടിയ വാട്ടർ ആയിരിക്കും കയറി വരുന്നത്. അത് നേരെ ഇവിടെ വരുമ്പോഴത്തേക്ക് കൈനറ്റിക് എനർജി ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൈനറ്റിക് എനർജി മാറി പ്രഷർ ചെയ്യാനായിട്ട് മാറുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ പ്രഷർ എനർജി മാറിയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതാണ് നേരത്തെ പറഞ്ഞത്, കുറച്ച് പ്രഷർ എനർജി നമ്മൾ കുറച്ച് കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും ആദ്യം. അതാണ് ഈ ഒരു കേസിനകത്ത് നടക്കുന്നത്. പിന്നെ ഈ കാണുന്നതെല്ലാം ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. ഈ ഗൈഡ് വെയിൻസിനകത്തൂടെ വാട്ടർ കയറിയിട്ട് ഇതാണ് മൂവിങ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ മൂവിങ് പ്ലേറ്റ്സ് എവിടെ അറ്റാച്ച്ഡ് ആണ്? റണ്ണറിൽ അറ്റാച്ച്ഡ് ആണ്. ഈ റണ്ണറിന്റെ സെന്റർ എന്ന് പറയുന്നത് ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഈ ഗൈഡ് വെയിൻസിനകത്തൂടെ വരുന്ന വെള്ളം കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ആ കൈനറ്റിക് എനർജിയിൽ നേരെ എവിടെ വന്ന് വീഴും? ഇതിന് റേഡിയലി ആയിട്ടായിരിക്കും വാട്ടർ കയറി വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, റേഡിയലിയാണ് വാട്ടറിനകത്തോട്ട് കയറുന്നത്. ആ കയറുന്ന ഡയറക്ഷനിൽ ഈ ഒരു മൂവിങ് പ്ലേറ്റ്സിനകത്ത് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. ആ പ്രഷർ ഡിഫറൻസ് കാരണം എന്തുണ്ടാകും? ഇതിനകത്തൊരു ലിഫ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ഈ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഈ ഒരു റണ്ണർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ റണ്ണർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് ഷാഫ്റ്റിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് കിട്ടും. ഇതാണ് ആക്ച്വലി വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഗൈഡ് വെയിൻസ് അല്ലെങ്കിൽ ഗൈഡ് ബ്ലേഡ്സ് എന്ന് പറയും. This is a spiral casing and this is the runner blades which is attached on the runner, and this is the draft tube. അതായത് വാട്ടർ തിരിച്ച് ഇതിലൂടെ കയറി റേഡിയലി കയറി ആക്സിയലി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്രഷർ കുറവായിരിക്കും. ആ പ്രഷറിനെ ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഓക്കെ, ഇതാണ് ഒരു ടർബൈൻ എന്ന് പറയുന്നത്, ഫ്രാൻസിസ് ടർബൈൻ്റെ ഒരു പ്ലാന്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ വരുന്നത് പറയുന്നത് ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയം ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് വരുന്ന വാട്ടർ എന്ന് പറയുന്നത്. അത് നേരെ ഇവിടുന്ന് വഴിയായിരിക്കും കയറി വരുന്നത്. ഈ കയറി വരുന്ന വാട്ടർ നേരെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ച് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇത് വലിയൊരു പ്ലാന്റ് ആണ്, വലിയൊരു പ്ലാന്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൂടെ എന്തുണ്ടാകും? ഗൈഡ് വെയിൻസ് ഉണ്ടാകും ഫസ്റ്റ്. ആ ഗൈഡ് വെയിൻസിനകത്തു നിന്നുള്ള വാട്ടർ നേരെ എവിടെ വരും? ഈ ഒരു മൂവിങ് പ്ലേറ്റ്സിനകത്തോട്ട് കയറും. ഈ സെയിം സാധനം തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റ്സിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ കോസ് ദ റിയാക്ഷൻ ഫോഴ്സ് ഇൻ ദ വെയിൻസ് which causes the movement of the runner. Okay, I will show you a video which will give you complete understanding of this Francis turbine. Okay. So വാട്ടറിന്റെ എൻട്രി എന്ന് പറയുന്നത് ഇതിലെയാണ്. വാട്ടർ എൻട്രി ഇതാണ്. നേരെ വാട്ടർ വന്നിട്ട് റേഡിയലി വാട്ടറിനകത്തോട്ട് കയറും. ദിസ് ഇസ് ദ റോട്ടർ ഷാഫ്റ്റ് ആൻഡ് ദിസ് ഇസ് എ ഡ്രാഫ്റ്റ് ട്യൂബ്. ഇതുവഴിയായിരിക്കും കയറുക. ഹൈ ഹെഡ് വാട്ടർ പ്രഷർ കൂടുതൽ ഇവിടെയും പ്രഷർ കുറവ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. പ്രഷർ കുറവ്, വാട്ടർ ഇങ്ങനെ കയറി വന്നിട്ട് ഇതിന് വഴി റൊട്ടേറ്റ് ചെയ്ത് പുറത്ത് പോകും. ഓക്കെ, അതിന്റെ നേരെ റിവേഴ്സ് ആണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കപ്ലാൻ ടർബൈനും ഈസിയാണ്. അത് കപ്ലാൻ ടർബൈനകത്ത് വരുമ്പോഴത്തേക്ക് ആ റോട്ടറിന്റെ പൊസിഷനും ആ വാട്ടർ കയറുന്ന ഡയറക്ഷനും മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ഇപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ഉണ്ട്. ഈ വരുന്ന വാട്ടർ ഇതുവഴി കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റണ്ണർ, ഇതാണ് മൂവിങ് ബ്ലേഡ്സ് എന്ന് പറയുന്നത്. സോ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു ഗൈഡ് വെയിൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ മൂവിങ് ബ്ലേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ, അനക്കാൻ പറ്റുന്നതായിരിക്കും, മൂവ് ചെയ്യാൻ പറ്റും. മൂവബിൾ ആണ് അതെല്ലാം. ഓക്കെ, മൂവ്മെന്റ്സ് പൊസിഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതിനകത്തു നിന്നുള്ള റൊട്ടേഷൻ RPM നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു സ്പൈറൽ കേസിംഗ് ആണ്. ഈ സ്പൈറൽ കേസിങ്ങിനകത്ത് വാട്ടർ വന്നിട്ട് നേരെ ഈ ബ്ലേഡ് വഴി, ഇതാണ് ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്, അതോടെ ഡയറക്റ്റ് ചെയ്ത് നേരെ മൂവിങ് പ്ലേറ്റ്സിനകത്തോട്ട് വീഴും. സോ കയറി പോകുന്നത് റേഡിയലിയാണ്. എന്നിട്ട് വാട്ടർ നേരെ ഇതുവഴിയാണ് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് ആക്സിൽ എന്ന് പറയുന്നത്. ആക്സിസ് ഷാഫ്റ്റിന് ആക്സിലായിട്ടായിരിക്കും അത് പുറത്ത് വീഴുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എ മിക്സഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. ഫ്രാൻസിസ് ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഫ്രാൻസിസ് ടർബൈൻ എന്ന് ചോദിക്കാതെ ഒരു മിക്സഡ് ഫ്ലോ ടർബൈനിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഗോ ഫോർ ഫ്രാൻസിസ് ടർബൈൻ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ പറയും ഒരു റേഡിയൽ ഫ്ലോയിൽ കയറിയിട്ട്
ആക്സിലി പോകുന്ന അല്ലെങ്കിൽ റേഡിയോ ഫ്ലോ ഇൻലെറ്റ് ഉള്ള ഒരു ടർബൈൻ്റെ വർക്കിംഗ് പറഞ്ഞാലും നിങ്ങൾ ഫ്രാൻസിസ് ടർബൈൻ വേണം എഴുതാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദിക്കും ഒരു ഹൈ ഹെഡ് മീഡിയം ഡിസ്ചാർജ് ഉള്ള ഒരു ടർബൈൻ്റെ വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രാൻസിസ് ടർബൈൻ ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എന്ന് വരാം. Now see the video. So this is the impeller, rather this is the moving blades. ഇതാണ് റേഡിയൽ ഫ്ലോ എന്ന് പറയുന്നത്. വാട്ടർ കയറി പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഇതാണ് ആക്സിയൽ ഫ്ലോ എന്ന് പറയുന്നത്, താഴോട്ട്. സോ റേഡിയലി കയറി ആക്സിലിയാണ് വാട്ടർ ലീവ് ചെയ്ത് പോകുന്നത്. കപ്ലാൻ ടർബൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോട്ടറിന്റെ ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ വാട്ടറിന്റെ എൻട്രിക്കകത്ത് വ്യത്യാസമുണ്ട്. സോ ശ്രദ്ധിക്കണം, ഫ്രാൻസിസ് ടർബൈൻ ആകുമ്പോഴത്തേക്ക് വാട്ടർ കയറി വരുന്നത് റേഡിയലാണ്. ഈ ഡയറക്ഷൻസ് എല്ലാം റേഡിയലാണ്, വാട്ടർ പോകുന്നത് ആക്സിലിയാണ്. സോ എങ്ങനെയാണ് ഈ വെള്ളം ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ, ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുമ്പോൾ റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. സോ ആസ് ദ വാട്ടർ ഫ്ലോസ് ഓവർ ദ പ്രൊഫൈൽ, സോ വി ആർ ഗെറ്റിംഗ് എ ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. ഇതാണ് ആ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം വി ആർ ഗെറ്റിംഗ് എ force. This force causes the movement. So partially we are getting an impulsive force over here. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഇമ്പൾസീവ് ഫോഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നത്. കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു മൂവ്മെന്റ് കിട്ടുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നെയിംഡ് ആസ് റിയാക്ഷൻ ടർബൈൻസ്. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് പാർഷ്യൽ റിയാക്ഷൻ ആൻഡ് പാർഷ്യൽ ഇമ്പൾസ്. As the impeller rotates, it's connected to the shaft. The shaft is going to rotate. This is a spiral casing. So water you have from the high head is flows into the blade. So radially carry, axially flow. Clear?
ക്ലിയർ ആയോ കാര്യങ്ങൾ? Yes, sir. Yes, sir. ഓക്കെ. സോ അപ്പം ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടറിന്റെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വാട്ടറിന്റെ സോഴ്സ് ഹൈ ഹെഡിൽ അവൈലബിൾ ആണ്. പിന്നീട് ഡിസ്ചാർജ് എന്താണ്, മീഡിയം ആണ്, കുറവാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി മീഡിയം ആണ്. അപ്പം അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രാൻസിസ് ടർബൈൻസ് യൂസ് ചെയ്യുന്നത്. ഫ്രാൻസിസ് ടർബൈൻ അത് വാട്ടർ കയറി വരുന്ന റേഡിയൽ ഡയറക്ഷനാണ്, തിരിച്ചു പോകുന്നത് പുറത്തേക്ക് പോകുന്നത് പറയുന്നത് ആക്സിയൽ ഡയറക്ഷനിലാണ്. ഇനി കപ്ലാൻ ടർബൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്ലാൻ ടർബൈൻ യൂസ് ചെയ്യുന്നത് എവിടെയാണോ ലോ ഹെഡ്, മാക്സിമം ഡിസ്ചാർജ്. ഓക്കെ, കുറച്ച് ഹെഡേ ഉള്ളൂ പക്ഷെ ഡിസ്ചാർജ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കപ്ലാൻ ടർബൈൻ ആണ്. ഈ കപ്ലാൻ ടർബൈനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റോട്ടർ എന്ന് പറയുന്നത്, നമ്മുടെ ഈ കപ്പലിൻ്റെയൊക്കെ ഷിപ്പിൻ്റെയൊക്കെ പ്രൊപ്പല്ലൻ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതേപോലെ ഇരിക്കും. ഓക്കെ, വാട്ടർ കയറി വരുന്നത് ആക്സിലിയാണ്, പോകുന്നതും ആക്സിലിയാണ്. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിസ്ചാർജ് കൂടുതലായതുകൊണ്ട് തന്നെ വാട്ടർ കയറി വരുന്നത് ആക്സിൽ ഡയറക്ഷനിലാണ്, പുറത്തേക്ക് പോകുന്നതും ആക്സിൽ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന വർക്കിങ്ങും റിയാക്ഷൻ ഫോഴ്സും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. ഈ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ലോ ഹെഡ്, ഹൈ ഡിസ്ചാർജ്. ഓക്കെ, ബെൽറ്റൺ ടർബൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ഹെഡിൽ വാട്ടർ അവൈലബിൾ ആകുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബെൽറ്റൺ ടർബൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോ ഡിസ്ചാർജ് ആയിരിക്കും. അതേസമയം ഫ്രാൻസിസ് ടർബൈൻ ആകുമ്പോഴത്തേക്ക് ഹൈ ഹെഡ്, മീഡിയം ഡിസ്ചാർജ്. കപ്ലാൻ ടർബൈൻ ആകുമ്പോഴത്തേക്ക് ലോ ഹെഡ്, ഹൈ ഡിസ്ചാർജ്. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കപ്ലാൻ ടർബൈൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്ലോ ടർബൈൻ ആണ്. അതായത് റേഡിയൽ ഫ്ലോയിൽ വാട്ടറിൽ നിന്ന് കയറി ആക്സിയൽ ഫ്ലോയിൽ വാട്ടർ പുറത്തേക്ക് പോകുന്നതാണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് വെയിൻസ്. ഈ പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം എവിടെയെങ്കിലും, ഞാനത് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. വെയിൻസിന്റെ എണ്ണം കൂടുതലാണ്, ബ്ലേഡ്സിന്റെ എണ്ണം കൂടുതലാണ് ഫ്രാൻസിസ് ടർബൈനിൽ. 10-14 അല്ലെങ്കിൽ 10-25 വരുന്നുണ്ടെങ്കിൽ, ഞാനൊരു കമ്പാരിറ്റീവ് പറയുകയാണെങ്കിൽ അത്രയും സ്ഥലത്ത് കപ്ലാൻ ടർബൈൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ബ്ലേഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 8-10 ആയിരിക്കും, അത്രയും കുറവായിരിക്കും. പിന്നീട് കപ്ലാൻ ടർബൈനകത്ത് വാട്ടർ കയറി വരുന്നത് ആക്സിയൽ ഡയറക്ഷനിലാണ്, പുറത്തേക്ക് പോകുന്നതും ആക്സിയൽ ഡയറക്ഷനിൽ തന്നെയാണ്. ഓക്കെ, സോ ആക്സിയൽ ഫ്ലോ ഇറ്റ് ഈസ് ലോ ഹെഡ് ആണ് യൂസ് ചെയ്യുന്നത്. സിമിലർ ടു ഫ്രാൻസിസ് ടർബൈൻ എക്സെപ്റ്റ് ദ റണ്ണർ. ദ റണ്ണർ, ബോസ് ഓർ ഹബ് എന്നൊക്കെ പേരിൽ അറിയപ്പെടും. റിസംബിൾസ് വിത്ത് ദ പ്രൊപ്പല്ലർ ഓഫ് ദ ഷിപ്പ്, ഹെൻസ് സംടൈംസ് ഇറ്റ്സ് കോൾഡ് പ്രൊപ്പല്ലർ ടർബൈൻ. അപ്പം കപ്ലാൻ ടർബൈൻ്റെ വേറൊരു പേരാണ് പ്രൊപ്പല്ലർ ടർബൈൻ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ചിലപ്പം ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് കയറി ചോദിച്ചോളാം. പ്രൊപ്പല്ലർ ടർബൈൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓർത്ത് വെക്കില്ല എക്സാമിന്. ഇറ്റ് ഈസ് കപ്ലാൻ ടർബൈൻ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. വാട്ടർ ഫ്ലോസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, ഇതാണ് ഒരു കപ്ലാൻ ടർബൈൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ റോട്ടറിന്റെ പൊസിഷൻ മാത്രമേ ഉള്ളൂ. റോട്ടർ വെച്ചിരിക്കുന്നത് എന്താണ്? വെട്ടിംഗ് ഡയറക്ഷൻ. ഈ ഒരു പോട്ടിനകത്ത് കാണുന്നത് പോലെ തന്നെ, പ്രൊപ്പല്ലർ പോലെ തന്നെയാണ് കാണുന്നത്. വാട്ടർ കയറി വരുന്നത് എങ്ങനെയാണ്? പ്രൊപ്പല്ലർ പ്ലേറ്റിനകത്തോട്ട് ആക്സിലാണ്. ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ, ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങ് പോകത്തുള്ളൂ. പിന്നെ ഗൈഡ് വെയിൻസും എല്ലാം സെയിം തന്നെയാണ്. ഇതിങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. റിയാക്ഷൻ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യും. അതായത് റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഷാഫ്റ്റ് കണക്റ്റഡ് ആണ്. ഷാഫ്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ? അത് വീഡിയോ. കപ്ലാൻ ടർബൈൻ്റെ ലോ ഹെഡ്, ഹൈ ഫ്ലോ റേറ്റ്. അതാണ് നമ്മൾ ഇവിടെ കപ്ലാൻ യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. റോട്ടർ മാത്രമല്ല വ്യത്യാസം. വാട്ടർ കയറി വരുന്നു. നേരത്തെ വന്ന് ഇങ്ങനെ കയറി പോകുമായിരുന്നു, ഇങ്ങനെ കയറി വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നേരെ വന്നിട്ട് താഴോട്ട് ഇറങ്ങുന്നു. അപ്പോഴേ നമ്മുടെ ബ്ലേഡിലെത്തത്തുള്ളൂ. കൈനറ്റിക് എനർജി കൂടി ആണ് ഇവിടെ വരുന്നത്. താഴോട്ട് ഇറങ്ങി ആക്സിയിലാണ് കയറി വരുന്നത്. സോ ആക്സിയൽ എൻട്രി, ആക്സിയൽ എക്സിറ്റ്. അതാണ് കപ്ലാൻ ടർബൈൻ്റെ പ്രത്യേകത. അതാണ് റണ്ണർ.
എയറോഫോൾ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. റിയാക്ഷൻ ഫോഴ്സും ലിഫ്റ്റും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫോഴ്സ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് വിൽ റൊട്ടേറ്റ് ഇൻ ദിസ് വേ. ഓക്കെ, അപ്പം ലോവർ ഹെഡ് ഹൈ ഡിസ്ചാർജ്, അതാണ് കപ്ലർ ടർബൈൻ പ്രത്യേകത. ആക്സിൽ ഫ്ലോ ഇൻ, ആക്സിൽ ഫ്ലോ ഔട്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കാറില്ല ഈ ഒരു ഡിഫറൻസ്. So the gateway can be adjusted to control the regulate the flow. Also the propeller blades can also be controlled. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Implications of having you need not to study the equations. So this can be adjusted. അതാണ് ഈ കാണുന്നത്. ഹൈ പ്രഷറിൽ വാട്ടർ കയറി വരും, ലോ പ്രഷറിൽ ഡിസ്ചാർജ് ചെയ്യും. Is it clear? Clear ആയോ? Yes, sir.